കോൺഗ്രസിന്റെ പരിഗണനാ പട്ടിക പുറത്ത്. ഇതോടെ എല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഔദ്യോഗികമായി തന്നെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒരു സാധ്യതാ ലിസ്റ്റാണ് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പുറത്തുവിട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ആശങ്കയുണ്ടായിരുന്നു. ചില മണ്ഡലങ്ങളെല്ലാം തന്നെ സ്ഥാനാർത്ഥികളെ അടിമുടി മാറ്റാനുള്ള സാധ്യതയെല്ലാം തന്നെ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും KC വേണുഗോപാൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും സമുദായ സമവാക്യങ്ങൾ പാലിക്കേണ്ടതിനെ പറ്റിയും വലിയ ആശങ്ക തന്നെയായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ ആശങ്കകൾക്കെല്ലാം തന്നെ വിരാമമായിരിക്കുകയാണ്. എന്തു തന്നെയാണെങ്കിലും പരിഗണനാ പട്ടിക ഇപ്പോൾ കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുകയാണ്. അതേസമയം തന്നെ Suധാകരൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. താൻ ഇനി കണ്ണൂരിലേക്ക് മത്സരിക്കുന്നില്ല എന്ന നിലപാട് അദ്ദേഹം കൃത്യമായി തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സുധാകരൻ ഇത് തന്നെ പറയുകയായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുകയാണെങ്കിൽ താൻ മത്സരിക്കാം എന്നൊരു വാക്കുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നു. പക്ഷേ എന്നാൽ ഇന്ന് അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട് താൻ കണ്ണൂരിലേക്ക് മത്സരിക്കുന്നില്ല എന്ന് കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും അതേസമയം തന്നെ കണ്ണൂരിലപ്പോൾ ഇനി ആര് എന്നുള്ള ചോദ്യം അവിടെ ഏറെ പ്രസക്തമാവുകയാണ്. സ്വാഭാവികമായും കണ്ണൂരിലെ ഒരു കരുത്തനായ സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന് K മുരളീധരനും ആവശ്യപ്പെടുന്നുണ്ട്. കോൺഗ്രസിന്റെ സാധ്യതാ പട്ടിക പരിശോധിക്കുന്ന സാഹചര്യത്തിൽ ആലപ്പുഴയിൽ ഇപ്പോഴും KC വേണുഗോപാലിന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. അതേസമയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ A.A. ഷുക്കൂറിനും സാധ്യത തെളിയുന്നുണ്ട്. മാവേലിക്കരയിലാണെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ പേര് തന്നെയാണ് ഇപ്പോഴും ഉയർന്നു കേൾക്കുന്നത്. കൂടെ തന്നെ VP സജീന്ദ്രന്റെ പേരും ഉയരുന്നുണ്ട്. ചാലക്കുടിയിൽ ബെന്നി ബെഹനാനാണ് മറ്റ് സാധ്യതാ പട്ടിക അല്ലെങ്കിൽ സാധ്യതാ ലിസ്റ്റിൽ ആരും തന്നെയില്ല. തൃശ്ശൂരിലും ഇതേ അവസ്ഥ തന്നെയാണ്. തൃശ്ശൂരിലും TN പ്രതാപൻ തന്നെ മത്സരിക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം MK രാഘവന് പകരം മറ്റൊരു പേരും നിർദ്ദേശിക്കാനില്ല എന്നുള്ളൊരു നീക്കവും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ട്. വയനാട് ഏറെ ആശങ്കകളെല്ലാം തന്നെ നിലനിന്നിരുന്ന സാഹചര്യമായിരുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ പ്രസക്തമായിരുന്നു. എന്തു തന്നെയാണെങ്കിലും വയനാട്ടിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കും എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അതേസമയം തന്നെ കണ്ണൂരിൽ സാധ്യതാ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ K ജയന്തിന്റെ പേരും അതുപോലെ തന്നെ VP അബ്ദുൾ റഷീദിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. അതേസമയം തന്നെ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ മത്സരിക്കുമെന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം സിറ്റിംഗ് MP ആയിട്ടുള്ള ഹൈബിയുടെ തന്നെ മത്സരിക്കുമെന്നാണ്. പകരക്കാരനായിട്ട് മറ്റാരെയും തന്നെ നിർദ്ദേശിക്കുന്നില്ല. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഡീൻ കുര്യാക്കോസ് തന്നെയാണ് ഇത്തവണയും സ്ഥാനാർത്ഥി എന്നുള്ള വിവരങ്ങൾ വരുന്നു. അതേസമയം തന്നെ ആലത്തൂര് ആകെയുള്ള വനിതാ സ്ഥാനാർത്ഥിയാണ് രമ്യ ഹരിദാസ് തന്നെ മത്സരിക്കുമെന്നുള്ള വിവരങ്ങൾ വരുന്നു. അതേസമയം തന്നെ പാലക്കാട് VK ശ്രീകണ്ഠൻ തന്നെ തുടരും എന്നുള്ള സാധ്യതാ പട്ടികയാണ് ഇപ്പോഴുള്ളത്. വടകരയിൽ K മുരളീധരൻ തന്നെ മത്സരിക്കും. അത് ആദ്യമേ തന്നെ തീരുമാനമായിട്ടുണ്ടായിരുന്നു. വടകരയിൽ മുരളീധരൻ തന്നെ ഇത്തവണയും മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ. ആറ്റിങ്ങലിലാണെങ്കിൽ അടൂർ പ്രകാശ് തന്നെ തുടരും. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയുടെ കൂടെ തന്നെ അബിൻ വർക്കിയുടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. തിരുവനന്തപുരത്തും പകരക്കാരനില്ലാത്ത നേതാവ് തന്നെയാണ് ശശി തരൂർ തന്നെയാണ് തിരുവനന്തപുരത്ത് മത്സരിക്കുക എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മുന്നേറ്റമായിരുന്നു 17 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 19 സീറ്റുകളോളം കോൺഗ്രസിന് സ്വന്തമാക്കാൻ അല്ലെങ്കിൽ UDFന് സ്വന്തമാക്കാൻ സാധിച്ചെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ സിറ്റിംഗ് MP മാർ തന്നെ മത്സരിക്കുമെന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ തീരുമാനത്തിന് ഒരു വെല്ലുവിളിയായിട്ടായിരുന്നു രാഹുൽ ഗാന്ധി ഒരു പക്ഷേ വയനാട്ടിൽ മത്സരിക്കുന്നില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല കനകോലുവിന്റെ ചില റിപ്പോർട്ടുകളെല്ലാം തന്നെ കോൺഗ്രസിന്റെ ഈ തീരുമാനത്തിനും അപ്പുറത്തേക്കുള്ള അല്ലെങ്കിൽ അത്തരം ഒരു തീരുമാനത്തെ മാറ്റി ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. എന്തു തന്നെയാണെങ്കിലും രാഹുൽ ഗാന്ധിയുടെ സാധ്യതാ പട്ടികയിൽ അല്ലെങ്കിൽ പരിഗണനാ പട്ടികയിൽ രാഹുൽ ഗാന്ധിയുടെ പേര് തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ ഇപ്പോൾ രണ്ട് കരുത്തരായ നേതാക്കൾ ഏറ്റുമുട്ടാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. ആനി രാജയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. രണ്ട് ദേശീയ നേതാക്കൾ തമ്മിലുള്ള കൊടുമ്പിരി കൊണ്ടൊരു മത്സരത്തിന് കളമൊരുങ്ങുകയാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം. അതേസമയം തന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കില്ല എന്നുള്ള വിവരങ്ങൾ വന്നിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാധ്യതാ പട്ടിക പരിശോധിക്കുന്ന സാഹചര്യത്തിൽ ആലപ്പുഴയിൽ ഇപ്പോൾ വീണ്ടും KC വേണുഗോപാലിന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ KC വേണുഗോപാൽ മത്സരിക്കില്ല അല്ലെങ്കിൽ മത്സരത്തിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യമാണെങ്കിൽ അവിടെ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലോ അല്ലെങ്കിൽ A.A. ഷുക്കൂറോ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സമുദായ സമവാക്യങ്ങൾ ഇക്കുറി പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അത് UDFിന്റെ ഭാഗത്തു നിന്ന് ആ ഒരു ലീഗിന്റെ രണ്ട് MP മാർ ഉള്ളത് കൊണ്ട് തന്നെ UDFിൽ ഉണ്ടല്ലോ എന്നുള്ളൊരു തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. പക്ഷേ ആ കോൺഗ്രസിന്റെ ആ ഒരു നീക്കത്തിനെതിരെ കോൺഗ്രസിനുള്ളിൽ നിന്ന് പോലും ശബ്ദങ്ങൾ ഉയരുന്ന സാഹചര്യമാണ്. കൃത്യമായി തന്നെ സമുദായ സമവാക്യങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപം യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഉള്ളിൽ തന്നെ പുകയുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പക്ഷത്തിലാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാതെ കുഴയുന്നത് എന്നുള്ളതാണ്. കാരണം ഇക്കുറി കോൺഗ്രസിന്റെ സാധ്യതാ പട്ടിക പരിശോധിക്കുന്ന സാഹചര്യത്തിലാണെങ്കിലും A.A. ഷുക്കൂറിന്റെ പേര് ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം പരിഗണനയിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ പരിഗണിക്കപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഇപ്പോൾ ആരും തന്നെ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതേസമയം തന്നെ പത്തനംതിട്ടയിലേക്ക് ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ അവിടെ ആന്റോ ആന്റണി ഉണ്ട്. ആന്റോ ആന്റണിക്ക് പകരക്കാരനായിട്ട് അവിടെ ഇതുപോലെ തന്നെ ന്യൂനപക്ഷ സമവാക്യം കൂട്ടിച്ചേർക്കാനായിട്ട് തന്നെയാണ് അവിടെ
അബിൻ വർക്കിയുടെ പേര് കൂടി നിർദ്ദേശിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ക്രൈസ്തവ വോട്ടുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ അക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതുപോലെ തന്നെ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളുടെ കാര്യത്തിൽ കോൺഗ്രസിന് ഒരു പക്ഷേ ഇനി കൃത്യമായ നിലപാടെടുത്തില്ലെങ്കിൽ ഒരു പക്ഷേ അത്തരമൊരു ആക്ഷേപം കൂടി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേൾക്കേണ്ടി വരുമെന്നുള്ള കാര്യം തീർച്ചയാണ്. എന്നാൽ അതേസമയം തന്നെ ആന്റണി മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ കനകോലുവിന്റെ റിപ്പോർട്ട് ഏറെ പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. കാരണം കനകോലുവിന്റെ റിപ്പോർട്ട് പ്രകാരം ചില മണ്ഡലങ്ങളിലെല്ലാം തന്നെ തിരിച്ചടിക്ക് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആന്റണിക്ക് ഒരുപക്ഷെ തിരിച്ചടിക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ വിജയസാധ്യത കണക്കിലെടുത്തുകൊണ്ട് ആന്റണി ഒരുപക്ഷെ മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സാധ്യത അല്ലെങ്കിൽ പരിഗണനാ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേര് ഇപ്പോഴും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ കൊടിക്കുന്നിൽ സുരേഷ് 7 തവണ എം പി ആയി വിജയിച്ച കൊടിക്കുന്നിൽ സുരേഷ് ഒരുപക്ഷെ മാവേലിക്കരയിൽ നിന്ന് സ്വമേധയാ മാറാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇനി മത്സരിക്കുന്നില്ല, മറ്റു പുതുമുഖങ്ങൾക്ക് അവസരം നൽകും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൊടിക്കുന്നിൽ സുരേഷിനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരു ഭാഗ്യ പരീക്ഷണത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുമോ എന്നുള്ള കാര്യം സംശയമാണ്. എന്തായാലും പരിഗണനാ പട്ടിക പരിശോധിക്കുന്ന സാഹചര്യത്തിൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ പേര് എന്തായാലും ഉയർന്നു തന്നെ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറെ ആശങ്കകൾ നിലനിന്നിരുന്ന ഒരു മണ്ഡലം തന്നെയായിരുന്നു കണ്ണൂർ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. ആദ്യം കെ ശൈലജ ടീച്ചർ വരുന്നു LDFിന്റെ അഥവാ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട്. അവിടെ കരുത്തനായ ഒരു നേതാവ് തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ സുധാകരൻ അവിടെ മത്സരിക്കാനായിട്ട് എത്തുന്നത്. പക്ഷേ എന്നാൽ CPIഎമ്മിന്റെ സാധ്യതാ പട്ടിക പുറത്തു വരുന്ന സാഹചര്യത്തിൽ അവിടെ MV ജയരാജൻ മത്സരിക്കുമെന്നുള്ള തീരുമാനത്തിലേക്കുന്നു. അതേ സാഹചര്യത്തിൽ MV ജയരാജനും അതുപോലെ തന്നെ കെ സുധാകരൻ തമ്മിൽ വളരെ വലിയൊരു രാഷ്ട്രീയ കരുനീക്കങ്ങളെല്ലാം തന്നെ ഉണ്ടാകും, രാഷ്ട്രീയ പോരാട്ടം ഉണ്ടാകുമെന്നെല്ലാം തന്നെ ഏറെ പ്രതീക്ഷകളുണ്ടായിരുന്നു, ആശങ്കകളുണ്ടായിരുന്നു ഒരു മണ്ഡലം തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ കെ ജയന്ത് മത്സരിക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ അവിടെ കരുത്തനായ ഒരു നേതാവ് തന്നെ വേണം, അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി തന്നെ വേണമെന്നാണ് കെ മുരളീധരൻ പറയുന്നത്. എന്തു തന്നെയാണെങ്കിലും കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ തവണ സുധാകരൻ അവിടെ മത്സരിച്ച് വിജയിച്ചതാണ്. പക്ഷേ മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ പരിശോധിക്കുകയാണെങ്കിൽ സുധാകരന് വലിയ തരത്തിലുള്ള തോൽവി, PK ശ്രീമതി ടീച്ചറോട് തോറ്റ ഒരു ചരിത്രം കൂടി കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ UDFിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു നേതാവിനെ അല്ലെങ്കിൽ കൃത്യമായ കരുനീക്കം നടത്തിയില്ലെങ്കിൽ ഒരുപക്ഷെ കണ്ണൂർ ലോക്സഭാ മണ്ഡലം അന്യം നിന്ന് പോകാനുള്ള സാധ്യത ഏറെയാണ്. എന്തു തന്നെയാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും പ്രചരണങ്ങളെല്ലാം തന്നെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി അന്തിമ പട്ടിക കൂടി പുറത്തു വരാനുണ്ട്. ആ അന്തിമ പട്ടിക പുറത്തു വരുന്ന സാഹചര്യത്തിൽ സമുദായ സമവാക്യങ്ങൾ കൂടി കോൺഗ്രസ് ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ഇടതുമുന്നണിയുടെ ഭാഗത്തുനിന്നും BJPയുടെ ഭാഗത്തുനിന്നും വലിയ തരത്തിലുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊരു പക്ഷേ കോൺഗ്രസിന് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ആഘാതം തന്നെ ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട്.